ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്പർ പാർട്സ് എന്ന യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. എന്താണ് ഫ്രാക്ഷൻ? ഫ്രാക്ഷൻസ് ആർ ഈക്വൽ പാർട്സ് ഓഫ് ഹോൾ തിങ്സ്. ഒരു ഹോൾ തിങ്സിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും ഹോൾ പാർട്ടിനെ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആണുള്ളത്. ആദ്യത്തേത് പ്രോപ്പർ ഫ്രാക്ഷൻ. ദ ന്യൂമറേറ്റർ ഈസ് സ്മോളർ ദൻ ദ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ മുകളിൽ എഴുതുന്ന സംഖ്യ ഡിനോമിനേറ്റർ താഴെ എഴുതുന്നതിനേക്കാൾ ചെറുതായിരിക്കും. താഴെ എഴുതുന്നതാണ് വലുത്, മുകളിൽ എഴുതുന്നത് ചെറുത്. അങ്ങനെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് 1/2, 1/3 ഇതൊക്കെ. രണ്ടാമത്തേതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫ്രാക്ഷൻ വിത്ത് എ ന്യൂമറേറ്റർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദെൻ ഓർ ഈക്വൽ ടു ദ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ മുകളിൽ എഴുതുന്ന സംഖ്യ ഒന്നുകിൽ താഴെ എഴുതുന്ന സംഖ്യയേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കുക. ഇതിനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കണ്ടില്ലേ, 6/5. ന്യൂമറേറ്ററായ 6 ആണ് ഡിനോമിനേറ്ററായ 5നേക്കാൾ വലുത്, 3/3. മൂന്നാമത്തേതാണ് മിക്സഡ് നമ്പർ. 8 1/2, എ കോമ്പിനേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ. 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾ നമ്പറും പിന്നെ 1/2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാക്ഷനും അടങ്ങുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് ഹാവ് യു സോ ഫാർ ലേൺഡ് അബൌട്ട് ഫ്രാക്ഷൻസ്? ഫ്രാക്ഷൻസിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? വി സേ ഹാഫ്, 1/3, 2/3 ആൻഡ് സോ ഓൺ ഇൻ കോമൺ ലാംഗ്വേജ് വെൻ വി ഡിവൈഡഡ് സംതിങ് ഇൻ ടു ഈക്വൽ പാർട്സ് ആൻഡ് ടേക്ക് ഓൺലി സം ഓഫ് ദ പീസസ്. ഒന്നായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഒന്നിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പീസസ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്തൊക്കെ പറയും? ഹാഫ് എന്ന് പറയും, 1/3, 2/3 എന്നിങ്ങനെയൊക്കെ പറയും. വൺ ഓഫ് ദ 2 ഈക്വൽ പാർട്സ് ഓഫ് എ ദോശ ഈസ് ഹാഫ് എ ദോശ. ഒരു ദോശയുടെ ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിനെ, 2 പാർട്ടാക്കിയതിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ഹാഫ് ദോശ, അര ദോശ, പകുതി ദോശ എന്ന് പറയും. ഇഫ് 1 liter ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫിൽ 3 bottles ഓഫ് ദ സെയിം സൈസ്, then each bottle contains 1/3 of a liter. 1 ലിറ്റർ പാല് നമ്മൾ 3 ബോട്ടിലിലാക്കി എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലിനെ എന്താണ് പറയുന്നത്? 1/3 of a liter. 1 ലിറ്ററിനെ 3 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം എന്നാണ് അതിന് അർത്ഥം വരുന്നത്. If a 1 meter long ribbon is folded into 3 equal parts and 2 of them are cut off together, the length of that piece is 2/3 of a meter. പിന്നെ എന്താണ് പറയുന്നത്? ഒരു റിബണെ, 1 മീറ്ററുള്ള ഒരു റിബണെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി. എന്നിട്ട് അതിൽ നിന്നും 2 ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിനെന്താ പറയുന്നത്? 2/3 of a meter, അല്ലെങ്കിൽ 3ൽ 2 ഭാഗം എന്നാണ് പറയുന്നത്. Fractions are used to talk about these parts in the language of math. Language of mathil fractions എങ്ങനെയൊക്കെയാണ് പറയുന്നത്? 1/2 ദോശ, 1/3 ലിറ്റർ, 2/3 മീറ്റർ. ഹാഫ് ദോശ, 1/3 ലിറ്റർ, 2/3 മീറ്റർ. Fractions in different forms may be the same part. ഫ്രാക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കട്ട് എ ദോശ ഇൻറ്റു 4 ഈക്വൽ പീസസ് ആൻഡ് ടേക്ക് 2 പീസസ്, ഓർ കട്ട് ഇറ്റ് ഇൻറ്റു 2 ഈക്വൽ പീസസ് ആൻഡ് ടേക്ക് 1 പീസ്. ഇൻ ഐദർ കേസ് വി ഹാവ് ഹാഫ് ദോശ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഒരു ദോശയെ 4 ഈക്വൽ പാർട്സ് ആക്കി അതിൽ നിന്ന് 2 പീസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? 2/4, 2/4 എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ ഒരു ദോശയെ 2 ഈക്വൽ പാർട്സ് ആക്കിയാൽ എന്ത് പറയും? 1/2. അത് ആ ദോശയുടെ അര ഭാഗമാണ്. അതുപോലെ തന്നെ 4
പീസാക്കി അതിൽ നിന്ന് 2/4 എടുത്താലും ആ ദോശയുടെ അരഭാഗം തന്നെയാണ്. അപ്പോൾ 2/4 = 1/2. നെക്സ്റ്റ് പറയുന്നത് ഫിക്സ് 6 ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ് വിത്ത് 1 liter ഓഫ് മിൽക്ക് ആൻഡ് ടേക്ക് 2 bottles or fill 3 bottles of the same size with 1 liter of milk and take 1 bottle. In either case we get 1/3 of a liter. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1 ലിറ്റർ മിൽക്ക് 6 ബോട്ടിലാക്കി, എന്നിട്ട് 2 ബോട്ടിൽ അതിൽ നിന്ന് എടുത്തു. അതുപോലെ തന്നെ 1 ലിറ്റർ മിൽക്ക് 3 ബോട്ടിലാക്കി, അതിൽ നിന്ന് 1 ബോട്ടിൽ നമ്മൾ എടുത്തു. അപ്പോൾ 6 എന്നുള്ളതിനെ 3 ഭാഗമാക്കുമ്പോൾ 2, 2, 2 എന്നാണ് വരുന്നത്. 3നെ 3 ഭാഗമാക്കുമ്പോൾ 1, 1, 1 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ 2/6 = 1/3. ഇത് രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് പറഞ്ഞത് ഫോൾഡ് എ 1 meter long ribbon into 6 equal parts and cut off 4 of these parts together. Or fold a 1 meter long ribbon into 3 equal parts and cut off 2 of these parts together. In either case we get a piece which is 2/3 of a meter long. പിന്നെ എന്താണ് പഠിച്ചത്? 1 മീറ്റർ നീളമുള്ള ഒരു റിബണെ 6 ഈക്വൽ പാർട്സ് ആക്കി, എന്നിട്ട് അതിൽ നിന്നും 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എങ്ങനെയാണ്? 3 ഭാഗമാക്കുമ്പോൾ 2, 2, 2 അല്ലേ? അതിൽ 2 + 2 എന്നുള്ളത് 4 ആക്കി നമ്മൾ ഇങ്ങോട്ട് മാറ്റിയെടുത്തു. പിന്നെ ചെയ്തത് 1 മീറ്റർ നീളമുള്ള റിബണെ 3 ഈക്വൽ പാർട്സ് ആക്കി, അതിൽ നിന്ന് 1 + 1 എന്നുള്ളത് മാത്രം മാറ്റി നമ്മളത് 2 എന്നാക്കി അതും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇവർ പറയുന്നത് 4/6 = 2/3 എന്നുള്ളത് ഈക്വൽ ആണ് എന്നാണ്. 6നെ 3 ഭാഗമാക്കുമ്പോൾ 2, 2, 2 എന്ന് കിട്ടും. അതിൽ ആദ്യത്തെ 2 നമ്മളെടുത്ത് 4 ആക്കിയതും 3നെ 3 ഭാഗമാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 + 1 + 1 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അതിൽ 1 + 1 ആദ്യത്തെ 2 ഒന്നുകളും കൂട്ടിയ 2ഉം സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ നമ്മുടെ ആദ്യത്തെ പാർട്ടിലുള്ള ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നൗ ലെറ്റ്സ് ട്രൈ ദീസ് പ്രോബ്ലംസ്. ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തേത് കാണിച്ചിരിക്കുന്നത് 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുള്ളതാണ്. അതിൽ 2 എണ്ണത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുന്നത്? 2/8 അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻടു 2 ഡിഫറെൻറ്റ് വേസ് ആൻഡ് റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻസ് ഇൻ ദ ബോക്സ് ബിലോ ഈച്ച് പിക്ചർ എന്നാണ്. അപ്പോൾ ഈ 8നെ നമുക്ക് എന്താക്കാം? 4 എന്നാക്കിയാലോ? 4 ആണെങ്കിൽ 1 ഭാഗമായിരിക്കും നമ്മൾ കളർ കൊടുക്കുക അല്ലേ? അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 1/4 എന്ന് എഴുതും അല്ലേ? അപ്പോൾ 2/8 = 1/4. ഞങ്ങൾ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് 8 ഭാഗം തന്നെയാണ്. അതിൽ 4 ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? 4/8 എന്ന് എഴുതും. ഇനി അത് 4 ഭാഗമാണ് ആക്കിയിരിക്കുന്നതെങ്കിലോ 2 ഭാഗത്തിനായിരിക്കും അല്ലേ കളർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 2/4 എന്ന് എഴുതും. ഇനി മൂന്നാമത്തത് 6/8 ആണ് വരിക. അതിനെ നമ്മൾ 4 ഭാഗമാക്കിയിട്ടുള്ളതാണെങ്കിൽ എങ്ങനെ എഴുതും? 3/4 എന്ന് എഴുതും. അപ്പോൾ 6/8 = 3/4. The picture below shows circles divided into 12 equal parts with the sum of the parts colored. 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിനെ കളറും കൊടുത്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. ഡിസ്ക്രൈബ് ദ കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻ 2 ഡിഫറെൻറ്റ് വേസ് ആൻഡ് റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻസ് ഇൻ ദ ബോക്സ് ബിലോ ഈച്ച് പിക്ചർ. ഇനി 2 വിധത്തിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് 12, 3 ഭാഗങ്ങളാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3/12 എന്ന് വരും. പിന്നെ തന്നിരിക്കുന്നത് 2/12ഉം, അടുത്തത് 4/12ഉം, നെക്സ്റ്റ് 6/12ഉം, പിന്നെ തന്നിരിക്കുന്നത് 9/12ഉം, പിന്നെയോ 8/12 ഒക്കെയാണ്. അപ്പോൾ ഇനി ഇതിനെ വേറെ രൂപത്തിലും കൂടി നമുക്ക് ചെയ്ത് നോക്കണം.
ആദ്യത്തേത് നോക്കൂ, 3/12 ആണ് അല്ലേ? 3 ഭാഗങ്ങളാണ് കളർ കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ ഈ സർക്കിളിനെ 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4 എന്ന് വരും അല്ലേ? 3/12 = 1/4. ഇനി രണ്ടാമത്തേതിൽ 2 പാർട്ടിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 6 പാർട്സായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ. 2, 4, 6, 8, 10, 12. അങ്ങനെയാണെങ്കിൽ ഈ 6 ഭാഗത്തിൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. സോ 1/6. 2/12 = 1/6. ഇനി അടുത്തത് 4/12 ആണ്. അത് നമ്മൾ 3 ഭാഗമാക്കുക. 4 പാർട്ട് യോജിപ്പിച്ച് ഒന്നാക്കിയാൽ 4, 8, 12. അങ്ങനെ 3 ഭാഗങ്ങളാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഈ 12 എന്നുള്ളത് 3 ഭാഗങ്ങളാക്കുമ്പോൾ ഒരു ഭാഗത്തിനാണ് നമ്മൾ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എഴുതുന്നത് 1/3. 4/12 = 1/3. കാരണം രണ്ടാമത് ചെയ്തതിൽ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അടുത്തത് നോക്കൂ, 6/12 എന്നുള്ളത് ഒരു ഭാഗം പൂർണ്ണമായും കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 2 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗത്തിന് കളർ കൊടുത്തിട്ടുണ്ട്. 1/2 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് 9/12 ആണ്. ഇതിനെ 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഭാഗത്തിനും കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4. ഇനി ലാസ്റ്റത്തേത് നോക്കൂ, 8/12. 4 ഭാഗം മാത്രമാണ് ഒഴിഞ്ഞെടുക്കുന്നത്. 8 ഭാഗത്തിന് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 വരുന്ന 4, 8, 12. അപ്പോൾ അതിൽ 2 ഭാഗത്തിന് കളർ കൊടുത്തിട്ടുണ്ട്. സോ 2/3. ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. ഒരു സ്ക്വയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കളർ 1/8 ഓഫ് ദ സ്ക്വയർ വിത്ത് റെഡ്, 1/4 വിത്ത് ഗ്രീൻ ആൻഡ് 1/2 വിത്ത് ബ്ലൂ. 1/8 ഭാഗം റെഡും 1/4 ഭാഗം ഗ്രീനും 1/2 ഭാഗം ബ്ലൂവുമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് 1/8 ആണ്. അതായത് 8 ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 1 കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, റെഡ്. അപ്പോൾ ഈ സ്ക്വയർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തിന് റെഡ് കൊടുക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 1/4 ആണ്. 4 ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തിന് ഗ്രീൻ കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് 4 പാർട്സ് ആക്കി മാറ്റാം. കണ്ടില്ലേ, 4 ഭാഗമാക്കി മാറ്റി. ഇനി അതിൽ ഒരു ഭാഗത്തിന് നമുക്ക് കളർ കൊടുക്കാം. ഇനി പറഞ്ഞിരിക്കുന്നത് 1/2 ആക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗത്തിന് ബ്ലൂ കൊടുക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ്? ഇതുപോലെ ബ്ലൂ ഒരു സൈഡിൽ കൊടുക്കണം. 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിന് നമ്മൾ കളർ കൊടുത്താൽ ഈ സൈഡ് മുഴുവൻ കളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ആ സ്ക്വയറിന് കളർ കൊടുക്കേണ്ടത്. നിങ്ങളിത് ഭംഗിയായി കളർ കൊടുക്കണം. ഈസ് ദർ എനി പാർട്ട് ലെഫ്റ്റ് അൺകളേർഡ്? ഏതെങ്കിലും പാർട്ട് കളർ കൊടുക്കാത്തതുണ്ടോ? യെസ്, കളർ കൊടുക്കാത്തത് ഉണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ഇറ്റ്? ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷനിൽ എഴുതാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഏത് ഭാഗത്തിലെയാണ് കളർ കൊടുക്കാനുള്ളത്? 8 ഭാഗമാക്കിയതിൽ 1ലാണ് കളർ കൊടുക്കാനുള്ളത്. അപ്പോൾ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 1/8. ഹോൾ ആൻഡ് പാർട്ട്, മുഴുവനും പകുതിയും. ഹാവൻ യു ഹേർഡ് എ പീപ്പിൾ സേയിങ് 1.5 liters of milk, 1.25 meters of cloth, 2.5 kilograms of beans and so on. What do this means? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ 1.5 ലിറ്റർ പാല്, 1.5 മീറ്റർ തുണി, 2.5 കിലോ ബീൻസ്? ഇങ്ങനെ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. സപ്പോസ് 1 liter of milk is poured into pot and then half a liter more. How much does it contain now? 1 ലിറ്റർ പാല് ഒരു പാത്രത്തിലും അതുപോലെ തന്നെ 1/2 ലിറ്റർ വേറൊരു പാത്രത്തിലുമുള്ളതിനെയാണ് നമ്മൾ 1.5 ലിറ്റർ എന്ന് പറയുന്നത്. 1 liter and half a liter together make 1.5 liters. We write it as 1 × 1/2 liters. 1 ലിറ്ററും
ഹാഫ് ലിറ്ററും കൂട്ടി എഴുതുമ്പോഴാണ് അതിനെ 1/1/2 ലിറ്റർ എന്ന് പറയുന്നത്. 1/2 liters എന്ന് പറയുന്നത്. If 2 liters and quarter of a liter are taken together, that make 2 liters. Written 2 1/4 liters. 2 ലിറ്ററും അതുപോലെ തന്നെ ഒരു ക്വാർട്ടർ ലിറ്ററും കൂടിയതാണ് 2.25 ലിറ്റർ, അതായത് 2 liters എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞു, മറക്കരുത്. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ആദ്യത്തേത് നോക്കൂ. ഒരു സർക്കിള് മുഴുവനായും പിന്നീടുള്ള ഒരു സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗത്തിന് മാത്രം കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയും? 1/4 എന്ന് പറയും. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ് സർക്കിൾ ഈസ് കളേർഡ്? സോ വി ക്യാൻ സേ 1/4 സർക്കിൾസ് ആർ കളേർഡ്. വാട്ട് അബൌട്ട് ദിസ് പിക്ചർ? ആദ്യത്തേത് നമ്മൾ 1/4 എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പിക്ചർ എന്ത് പറയും? ആദ്യത്തെ സർക്കിള് ഫുള്ളാണ്, അപ്പോൾ 1. രണ്ടാമത്തേത് 3 ഭാഗങ്ങളായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഭാഗത്തിന് കളർ കൊടുത്താൽ നമ്മൾ 1/3 എന്ന് പറയും, ഇല്ലേ? 1/3 എന്ന് പറയും. അപ്പോൾ 1/3 എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 1 and 1/3 is written 1/3. We can also have length like this. If a 1 meter long ribbon and a half of another 1 meter long ribbon are joined end to end, the length is 1/2 meters. നമ്മൾ സർക്കിളിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരു റിബണിൽ ചെയ്യാം. എങ്ങനെയാണ്? ആദ്യത്തേത് 1 മീറ്ററും രണ്ടാമത്തേത് 1/2 മീറ്ററും. കണ്ടില്ലേ? എന്നിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിച്ചാൽ, ആഡ് ചെയ്താൽ എത്രയാണ്? 1/2 മീറ്റർ, 1.5 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ആദ്യത്തെ 1 മീറ്ററും രണ്ടാമത്തെ 1/2 മീറ്ററും കൂട്ടുമ്പോഴാണ് 1.5 മീറ്റർ കിട്ടുന്നത്. In each of the picture below, find how much is colored and write it as a fraction in the box on the right. താഴെ തന്നിരിക്കുന്ന പിക്ചർ എങ്ങനെയാണ് ഫ്രാക്ഷനിൽ എഴുതുക? ആദ്യത്തേത് നോക്കൂ. 1 ഫുള്ളായിട്ടുമുണ്ട്, പിന്നെ 4 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. അതിലൊരു ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4. നെക്സ്റ്റ് 1 ഫുള്ളായിട്ടുണ്ട്, പിന്നെ 3 ഭാഗങ്ങൾ, അതിൽ ഒരു ഭാഗത്തിന് കളർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ 1/3. നെക്സ്റ്റ് പിക്ചർ 2 ഫുള്ളാണ്, 4 ഭാഗങ്ങളാക്കിയതിൽ 1 മാത്രമാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2/4. ലാസ്റ്റത്തേത് 3 കളർ കൊടുത്തിരിക്കുന്നു, പിന്നെ 6 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനുമാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3/1/6. Okay dears, complete your textbook activities and study well. See you in next class. Thank you.